ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് നല്ല ടേസ്റ്റുള്ള രണ്ട് അടിപൊളി ജ്യൂസാണ്. ഇത് നല്ല ഹെൽത്തിയുമാണ്. കാരണം ഇപ്പം നാട്ടിലൊക്കെ നല്ല ചൂടാണല്ലോ, ഇവിടെയും അത്യാവശ്യം ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി കുടിച്ചൊന്ന് റിഫ്രഷ് ആവാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, അത് ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചതാണ്. പിന്നെ ഒരു ഓറഞ്ച്, അതും കുരുവൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചതാണ്. അതുപോലെ ഒരു കപ്പ് വാട്ടർമെലണ്, അതിൻ്റെയും സീഡൊക്കെ കളഞ്ഞതാണ്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി, പിന്നെ ഒരു ചെറിയ പീസ് ജിഞ്ചർ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ 2 ടേബിൾ സ്പൂൺ തേന്. ഇത് ഓരോ ഗ്ലാസിൻ്റെ അളവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് വാട്ടർമെലൺ ജ്യൂസ് അടിക്കാം. അതിനുവേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ച വാട്ടർമെലൺ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആ പകുതി ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1 ടേബിൾ സ്പൂൺ തേന്. അഥവാ നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണേ ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടാം. ഇവിടെ ഞാനൊരു നോർമൽ അളവാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ഗ്ലാസ് മാത്രം മതി, കാരണം വാട്ടർമെലൺ പൊതുവെ വെള്ളം ആണല്ലോ. അപ്പോൾ ആ ക്യാരറ്റിന് അനുസരിച്ചുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ജ്യൂസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം. അതിനു വേണ്ടി ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് 2 ഐസ് കട്ട ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തണുപ്പ് കുറച്ചും കൂടി വേണേ ഐസും കട്ട കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ്. പിന്നെ നല്ല ഹെൽത്തിയുമാണ്. ക്യാരറ്റ്, ചെറുനാരങ്ങ നീര്, വാട്ടർമെലൺ ഒക്കെ നല്ല ഹെൽത്തിയുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ, ഒന്നാമത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഓറഞ്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചതാണ്. കുരുവിട്ടാൽ പിന്നെ കഴിക്കും. ഇനി ബാക്കിയുള്ള ക്യാരറ്റും, പിന്നെ ചെറിയ പീസ് ജിഞ്ചർ അധികം എടുക്കണ്ട, കാരണം അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഇനി 1 ടേബിൾ സ്പൂൺ തേന്, 1 ടേബിൾ സ്പൂൺ ഷുഗർ. ഇത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മധുരം അധികം വേണേൽ ഇതിൻ്റെ അളവൊക്കെ കൂട്ടാം. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം, കാരണം ഇതിന് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. നേരത്തെ വാട്ടർമെലൺ ആയതുകൊണ്ടാണ് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചത്. ഇത് ഓറഞ്ച് ആയതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നേരത്തെ പോലെ തന്നെ സെർവ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ച് സെർവ് ചെയ്യാം. ഞാനിവിടെ അരിക്കാതെയാണ് സെർവ് ചെയ്യുന്നത്. ഇങ്ങനെ കുടിക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ കുടിക്കാം, അതാണ് നല്ലത്. നമുക്ക് 2 പീസ് ഐസ് കട്ട ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായ രണ്ടാമത്തെ ജ്യൂസും റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ 2 ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ കുട്ടികളായാലും വലിയ ആൾക്കാരായാലും എന്തായാലും ഇഷ്ടപ്പെടും, കാരണം അത്രയും നല്ല ടേസ്റ്റാണ്. അതുമാത്രമല്ല ഇതിലെടുത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും ഹെൽത്തിയായ സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല നല്ല റെസിപ്പികളുമായി ഞാൻ വരാം. താങ്ക് യു.